യെസ്, ഇറ്റ്സ് മീ സൈമൺ. യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ സൈമൺ വർഗീസ്. നിങ്ങൾക്കറിയാം, കൂടുതലും നിങ്ങൾ എന്നെ കാണുന്നത് ഞാൻ ജോഗിങ്ങിന് പോകുമ്പോഴും എക്സസൈസ് ചെയ്യാൻ പോകുമ്പോഴുള്ള ഡ്രസ്സിലായിരിക്കും. ഇങ്ങനെ ട്രെയിനർ ആയിട്ടുള്ള ഡ്രസ്സ് നിങ്ങൾ കണ്ടിട്ടില്ലായിരിക്കും അല്ലേ? ചിലർ കണ്ടിട്ടുണ്ടാകും, എൻ്റെ സബ്സ്ക്രൈബേഴ്സ്. ഇപ്പം നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം ഈ ഡയബറ്റിക്കിനെ സംബന്ധിച്ച്. ഇപ്പോൾ ഡയബറ്റിക്കിനെ പറ്റി ധാരാളം ചർച്ചകൾ വരുന്നു. ഒരു കാലത്ത് ഡയബറ്റിക് വന്നാൽ ഒരു അഭിമാനമായിട്ട് നടന്നിരുന്നു. അത് ധനികർക്കുള്ള അസുഖമായിട്ടൊക്കെ വന്നു. ഇപ്പോൾ എല്ലാം ഒരു കോമൺ മാനായ എല്ലാവർക്കുമായി കേരളത്തിൽ നന്നായിട്ട് ഇപ്പോൾ എല്ലാവർക്കും ഒരു ഭയമായി തുടങ്ങി. കിഡ്നി പോകുന്നു, ലങ്സിൻ്റെ പ്രവർത്തനം നിലയ്ക്കുന്നു, കണ്ണിന് കാഴ്ച കുറയുന്നു, ലൈംഗിക ശേഷി കുറയുന്നു, അതുപോലെ ഹാർട്ടിൻ്റെ വാൽവ് തകരാറിലാവുന്നു. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വന്നപ്പം ആളുകൾക്ക് അതൊരു ഭയമായി തുടങ്ങി. അപ്പം നമുക്ക് അതിനെ സംബന്ധിച്ച് പറയുമ്പോൾ, ഞാൻ 33 വർഷം ഡയബറ്റിക് ആയി കഴിഞ്ഞ ആളാണ്. ഇപ്പോഴും ഞാൻ ചെറിയ ടാബ്ലറ്റ് മാത്രമേ കഴിക്കുന്നുള്ളൂ. ഇൻസുലിൻ ഡിപ്പെൻഡൻ്റ് അല്ല, പക്ഷേ ഫുഡ് കൺട്രോൾ ചെയ്യുന്നു, എക്സർസൈസ് ചെയ്യുന്നു. അതാണ് ഇപ്പോൾ എൻ്റെ ഡയബറ്റിക് ആയിട്ടുള്ള എൻ്റെ ഒരു ദൈനംദിന കാര്യം. അതായത് നമുക്ക് ഡയബറ്റിക്കിനെ സന്തോഷപൂർവ്വം കൈകാര്യം ചെയ്യാമെങ്കിൽ അത് ഒരു വാസ്തവത്തിൽ ഒരു നല്ല സ്നേഹിതനായിട്ട് മാറുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഞാനത് എങ്ങനെയാണ് ഡീൽ ചെയ്തതെന്ന് പറയാം. ഞാൻ രാവിലെ ഒരു 5 മണിയാകുമ്പോൾ, 4:30 എഴുന്നേൽക്കും. 5 മണിയാകുമ്പം പ്രാർത്ഥന കഴിഞ്ഞ് 6 മണിയോടുകൂടി എല്ലാ ദിവസവും രാവിലെ ഞാൻ നടക്കാൻ പോകും. ഒരു 3/4 മണിക്കൂർ അല്ലെ 50 മിനിറ്റ് കണ്ടിന്യൂസ് വോക്ക്. പിന്നെ എക്സർസൈസാണ്. ഒരു 10-15 തരം എക്സർസൈസ് ചെയ്യും. എക്സർസൈസ് കഴിഞ്ഞിട്ട് വീണ്ടും തിരിച്ച് അതേ ദൂരെ തന്നെ നടക്കുമ്പം കൈ വീശിയാണ് നടക്കുന്നത്. നല്ലോതെ വീശണ്ട, സ്ട്രെയിൻ ചെയ്യണ്ട. എക്സർസൈസ് ചെയ്യുന്നത് കൊണ്ട് അങ്ങനെ സ്ട്രെയിൻ ചെയ്യും, പക്ഷേ എന്നാൽ ഒരുമാതിരി കൈ വീശി നടക്കണം. അതിനുശേഷം പിന്നെ ഭക്ഷണം കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എനിക്കറിയാം ഗോതമ്പിലും അരിയിലുമൊക്കെ കാർബോഹൈഡ്രേറ്റ്സ് ഏകദേശം ഒരുപോലെ ഉള്ളതാണ്. പക്ഷേ അതൊരു കഴിക്കാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടി ഞാൻ രാവിലെ 2 ചപ്പാത്തി കഴിക്കും. എന്തെങ്കിലും വെജിറ്റബിളോ അല്ലെങ്കിൽ ഒരു മുട്ട സാധാരണ 5 ദിവസം ഞാൻ കഴിക്കാറുണ്ട്. പിന്നെ 11 മണിയാകുമ്പോൾ ഒരു ചായ കുടിക്കും. വെജിറ്റബിൾസ് കഴിക്കാറുണ്ട്. സമയമൊന്നും പ്രശ്നമല്ല. ഒരു 12-1 മണിയാകുമ്പം ഒരു കപ്പ് ചോറും നല്ല മീൻകറിയോ കോഴിക്കറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും പച്ചക്കറികൾ സാധാരണ കുറവാണ്, എന്നാലും ഉള്ളത് കഴിക്കും. വെജിറ്റബിൾസ് പച്ചയായിട്ട് കഴിക്കുന്നതിന്. പിന്നെ 4 മണിയാകുമ്പോൾ ഒരു ചായ, അത് എന്തെങ്കിലും സ്നാക്സ്, ബിസ്ക്കറ്റ് എന്തെങ്കിലും. വൈകിട്ടൊരു 7-8 മണിയാകുമ്പോൾ ഒരു ചപ്പാത്തി, ഇച്ചിരി വെജിറ്റബിൾസും കഴിക്കും. ഇതാണ് എൻ്റെ ഫുഡ്. പിന്നെ ഇതിനിടയ്ക്ക് ഡ്രൈ ഫ്രൂട്ട് കഴിക്കാറുണ്ട്, പിന്നെ കാഷ്യൂനട്ട് കഴിക്കാറുണ്ട്, ബദാം കഴിക്കാറുണ്ട്. ഇതൊക്കെ കാഷ്യൂനട്ട് എന്ന് പറഞ്ഞാൽ 2-3, ബദാം എന്ന് പറഞ്ഞാൽ 2-3. അതായത് ഒരു മെഡിസിൻ പോലെ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി ഉണ്ടായിരിക്കാൻ വേണ്ടി ഡയബറ്റിക്കാർക്ക് ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി ഉണ്ടായിരിക്കാൻ സാധിക്കും. പിന്നെ ധാരാളം വെള്ളം കുടിക്കുക. എന്നെ സംബന്ധിച്ച് ഇപ്പോഴും ഡയബറ്റിക്കിൻ്റെ ആയിട്ടുള്ള ഒരു ഇതുമില്ല. പിന്നെ ഇപ്പം ടെസ്റ്റിന് കൊടുത്തിട്ട് വന്നില്ല. ഒരു 3-4 മാസം കൊണ്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാറുണ്ട്. ഡോക്ടർ ഒരു ചെറിയ മരുന്ന് തന്നിട്ടുണ്ട്, അത് നിർത്തണ്ട. കഴിഞ്ഞ പ്രാവശ്യം മരിച്ചത് 120-110 ആയിരുന്നു എൻ്റെ ഷുഗർ, ഫാസ്റ്റിങ്ങും അല്ലാതെയുള്ളത്. ഡോക്ടർ ഗുളിക തൽക്കാലം നിർത്തണ്ട, പക്ഷേ കുറച്ചേക്കാണെന്നില്ല, എല്ലാം കുറച്ചു. പ്രഷറൊക്കെ ഡബിളി നോർമലാണ്, പക്ഷേ എന്നാലും ശകലം ഗുളിക കഴിക്കുന്നുണ്ട്. അത് മാത്രമേ. ഈ ഡയബറ്റിക് പേഷ്യൻസ് ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യം, നിങ്ങൾ ഒരു നല്ല ഫിസിഷ്യനെ കണ്ട് ആദ്യം പരിശോധിപ്പിക്കുക, രക്തമൊക്കെ പരിശോധിക്കുക, കാര്യങ്ങൾ ബോധ്യപ്പെടുക, അവർ തരുന്ന മെഡിസിൻസ് എടുക്കുക. അതോടൊപ്പം നമ്മൾ എക്സർസൈസ് ചെയ്യുക. ആദ്യമായിട്ട് ചെല്ലുന്ന ആളോടാണെങ്കിൽ അവർ പറയും എക്സർസൈസ് ചെയ്യുക, ഭക്ഷണത്തിൽ കൺട്രോൾ ചെയ്യാനൊക്കെ പറയും. അത് നമ്മളങ്ങ് ശ്രദ്ധിച്ചാൽ അതിലങ്ങ് തീരും. എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, അവന് ഡയബറ്റിക് ഉണ്ട്, പക്ഷേ മരുന്ന് കഴിച്ചിട്ടില്ല ഇതുവരെ. എക്സർസൈസിലും ഫുഡ് ഹാബിറ്റിലും തന്നെ നിൽക്കുന്ന ആളാണ്. അവനൊന്ന് ഓടും രാവിലെ കുറച്ച് നേരം, ബെസ്റ്റ് എക്സർസൈസ്. അപ്പം ഇത് നിങ്ങളോട് സംസാരിക്കുന്നത്
എപ്പോഴും ഒരു ഫിസിഷ്യൻ്റെ സപ്പോർട്ട് നമുക്കുള്ളത് നല്ലതാണ്. എനിക്കുമുണ്ട്. ഞാൻ ശ്രീജിത്ത് മെഡിക്കൽ സെൻ്റർ ശ്രീജിത്ത് സാറാണ് ഇപ്പോൾ. ആദ്യം സതക്കത്തുള്ളയായിരുന്നു ഒരു 8-10 വർഷം, 15 വർഷം. അതിന് മുമ്പ് നമ്മുടെ മെഡിക്കൽ കോളേജിൽ ഒരു പ്രൊഫസർ ഉണ്ടായിരുന്നു, ഒരു ഫേമസ് ആ ഡയബറ്റിക്കിൻ്റെ സംബന്ധിച്ച്. പേര് ഞാൻ മറന്നു ആക്ച്വലി. അത് ഇപ്പോഴും ഉണ്ട്. കഴിഞ്ഞ ദിവസം ഇവിടെ വെച്ച് കണ്ടു. ഏജിലായി, റിട്ടയർ ചെയ്തു. മെഡിക്കൽ കോളേജ് റിട്ടയർ ചെയ്തു, പിന്നെ പ്രൈവറ്റ് മെഡിക്കൽ കോളേജ് റിട്ടയർ ചെയ്തു. ഇപ്പോഴും ചെറിയ പ്രാക്ടീസൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, എന്നാലും പ്രായമായി. ഇപ്പം പിന്നെ ശ്രീജിത്ത് സാറാണ് മെഡിക്കൽ സെൻ്റർ. ഞാൻ പറയാൻ കാര്യം, ഒരു ഫിസിഷ്യൻ്റെ സഹായം നമുക്കിപ്പോൾ ആവശ്യമാണ്. ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി റിസൾട്ട് കൊണ്ട് കാണിക്കാൻ. ഡയബറ്റിക് എന്ന് പറയുമ്പം നമ്മൾ ശ്രദ്ധിക്കണം. ഞാനീ പറഞ്ഞ ഫുഡ് ഹാബിറ്റ്സ് കൊടുക്കുക, എക്സസൈസ് ചെയ്യുക, മോർണിംഗ് വാക്ക് നടത്തിയാൽ ഡെഫിനറ്റായിട്ട് ഷുഗർ കൺട്രോളാകും. പക്ഷേ നമ്മുടെ ഷുഗർ കൺട്രോളാണെങ്കിൽ നമ്മൾ എപ്പോഴും വിജിലായിരിക്കണം. എപ്പോഴും അങ്ങനെ ചെയ്താലുള്ള ഗുണം എന്താ വെച്ചാൽ, ഇപ്പം ഞാൻ തന്നെ നിങ്ങൾക്കറിയാം, ഐ മീൻ മൈ 64+ ആണ്, നിയറിങ് ടു 65. ബട്ട് ഈവൻ ദോ ഐ ക്യാൻ ഈസിലി ഡ്രൈവ് മൈ കാർ വിത്തൗട്ട് എനി കിലോമീറ്റർ ഡിസ്റ്റൻസ്. ബാംഗ്ലൂർക്കൊക്കെ വണ്ടി ഓടിച്ചാൽ 599 കിലോമീറ്റർ എൻ്റെ വീട്ടിൽ നിന്ന് ലിംഹാൻസ് വരെ 599 കിലോമീറ്റർ. അത് ഞാനും ഭാര്യയും കൂടെ പോയി, ഞാൻ തന്നെ ഓടിച്ചു. ചിലപ്പോൾ മോളുണ്ടെങ്കിൽ മോൾ ഓടിക്കും, മരുമോനുണ്ട് മരുമോൻ, അങ്ങനെ. പക്ഷേ ഒരു പ്രശ്നമില്ല, അസൽ ഫ്രീ. എവിടെയും ചാടിക്കയറാം, ചാടിയിറങ്ങാം. വലിയ വണ്ണമൊന്നും. എനിക്കിപ്പോൾ എൻ്റെ 65 ആണ് എൻ്റെ വെയിറ്റ്. ഞാൻ അമേരിക്കയിലായപ്പോൾ 64.5 ആയിരുന്നു. ഇച്ചിരി കർശനമായിട്ട് തോന്നും. ഇവിടെ നിന്നപ്പം 65 ആണ് എൻ്റെ വെയിറ്റ്. ഹൈറ്റും വെയിറ്റുമായിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല. ഒരു ഐഡിയൽ ലൈഫ്. അപ്പം ഇതുപോലെ നിങ്ങൾക്കും ആകാവുന്നതേ ഉള്ളൂ. അപ്പം ഡയബറ്റിക് ആയതുകൊണ്ടോ ഹൈപ്പർ ടെൻഷനോ പ്രഷറോ ഒന്നും വിചാരിച്ച് വിഷമിക്കണ്ട. നിങ്ങൾ പ്രോപ്പറായിട്ട് ഫുഡ് കൺട്രോൾ ചെയ്യുകയും എക്സർസൈസ് ചെയ്യുകയും ഇടയ്ക്കിടയ്ക്ക് ഒരു 3-4 മാസം കൂടുമ്പോൾ ഒരു ഫിസിഷ്യനെ കാണിച്ച് ടെസ്റ്റൊക്കെ നടത്തുകയും ചെയ്താൽ പഴയതിലും അടിപൊളിയായിട്ട് ജീവിക്കുക, യൗവനക്കാരനേക്കാൾ അടിപൊളിയായിട്ട് ജീവിക്കാം. കാരണം എന്താണെന്നറിയാമോ, നമ്മളെപ്പറ്റി നല്ല ബോധവാനാണല്ലോ. ചിലർ പരിശോധിക്കാൻ പേടിയാണ്, ടെസ്റ്റ് ചെയ്യാൻ പേടിയാണ്. എന്താ അസുഖമുണ്ടോ? അസുഖം ഉണ്ടെങ്കിൽ വരട്ടെ, നമുക്ക് കണ്ടുപിടിച്ചതായി ബാക്കി നോക്കാമല്ലോ. അല്ലാതെ ഇത് കുഴപ്പക്കാരനായി, വാൽവും പോയി, കണ്ണിന് കാഴ്ചയും കുറഞ്ഞു, കുടുംബജീവിതത്തിൽ ലൈംഗിക ശേഷിയെല്ലാം കുറഞ്ഞ് ഒരു വല്ലാത്ത ബോറെടുപ്പും മരടുപ്പും, അതിൻ്റെ ആവശ്യമുണ്ടോ? നമുക്ക് അടിപൊളിയായിട്ട് ജീവിക്കണ്ടേ, യൗവനക്കാരനെ പോലെ. ഇപ്പം ഏതൊരു കുന്നും മലയും കയറാനും എവിടെയും ചാടിപ്പോകാനുള്ള ആരോഗ്യത്തിൽ സന്തോഷം. എൻ്റെ ഡോക്ടർ എപ്പോഴും പറയായിരുന്നു, ക്വാളിറ്റി ഓഫ് ലൈഫ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. കേരളത്തിലെ ജനതകൾ മരുന്നൊക്കെ കഴിച്ച് 10-70 വയസ്സ് വരെ നീന്തി തുടിച്ചാൽ 80 വയസ്സ് വരെ നീന്തി തുടിച്ച് പോവും. അവസാനത്തെ 10 വർഷം മെഡിസിനിലായിരിക്കും. അങ്ങനെ ലൈഫിന് എന്താ ക്വാളിറ്റേറ്റീവ് ലൈഫ് എന്ന് പറയാൻ പറ്റുമോ? ഒരു സിനിമ, ഞാൻ ഇടയ്ക്ക് സിനിമ കാണാൻ പോയി, ഇച്ചിരി പൊട്ടിച്ചിരിച്ച് അവിടെ നിന്നൊരു പോപ്കോണൊക്കെ വാങ്ങിച്ച് തന്ന് നമുക്കൊന്നിറങ്ങി നടന്ന് അങ്ങനെ ഒരടിപൊളി ലൈഫ് വേണ്ടേ? അല്ലാതെ അത് 80 വയസ്സിലും. ഞാനിപ്പം ന്യൂസിലായിരുന്നപ്പോൾ അവിടെ 93 വയസ്സുള്ളൊരു മദാമ്മ എനിക്ക് ലിഫ്റ്റ് തരുമായിരുന്നു കാറിലൊക്കെ, ഞാൻ എക്സസൈസ് കഴിഞ്ഞ് വരുമ്പോൾ. അതുപോലെ സ്മാർട്ടാണ് അവർക്ക്. നമ്മളല്ലേ ഇതൊന്നും ശ്രദ്ധിക്കുക. 60 വയസ്സ് കഴിഞ്ഞാൽ വയസ്സായെന്നും പറഞ്ഞുകൊണ്ട് എല്ലാം വിട്ടൊഴിഞ്ഞ് മാറി നിന്നുകൊണ്ട് ലൈഫ്, പിന്നെ പ്രാർത്ഥനയും അങ്ങനെയൊക്കെയുള്ള മാത്രം മതി. ഇനി എവിടെ ഒരു മൂലയ്ക്ക് ഒതുങ്ങാം, എന്നിട്ട് ഒരു 65, അങ്ങനെ ചിന്തിക്കുന്നൊരു 65 വയസ്സിൽ മരിക്കും. ഒരു എക്സർസൈസും ഇല്ല, ഇങ്ങനെ ചിന്തിച്ചോണ്ട് വീട്ടിൽ ഇരുന്ന് ടി വിയും കണ്ട് ന്യൂസും കണ്ട് രാവിലെ ഒരു വൈകുന്നേരം വരെ ന്യൂസും കണ്ട് ടി വിയും കണ്ട് സീരിയലും കണ്ട് 2-3 വർഷം കൊണ്ട് തീരും. നമ്മൾ ഉപയോഗിക്കാത്തതൊന്നും നിലനിൽക്കുക നമ്മുടെ ശരീരത്തിൽ. അതുപോലെ ഈ ആക്സിഡൻ്റായിട്ട് കിടക്കുമ്പോൾ ഡോക്ടർ പറയും കാലിളക്ക്, കൈയിളക്ക്, മസിൽ പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ജമ്പ് ചെയ്യുന്നു. കാലിന് മസിലിനൊക്കെ നല്ല ശക്തി. ഏറ്റവും പുതിയൊരു കണ്ടുപിടുത്തം അമേരിക്ക വന്നിട്ടുണ്ട്, കാലിൻ്റെ അത് ഞാൻ കാണിക്കാം. അത് സയൻറ്റിഫിക്കായിട്ട് വന്നത്. ഇപ്പോൾ ചില ആളുകൾ അതൊക്കെ ട്യൂബിലെടുത്ത് നാടൻ വൈദ്യനുമൊക്കെ അത് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അവരുടെയാണെന്ന് ഇത് ശാസ്ത്രീയമായി അമേരിക്കയിൽ കണ്ടുപിടിച്ച ഒരു ചെറിയ എക്സർസൈസാണ്. അത് ഷുഗറിനെ ഭയങ്കരമായിട്ട് പിടിച്ചു നിർത്തും. അതൊക്കെ ഈ എപ്പിസോഡിൽ ഞാൻ ഇത് മാത്രം പറയുന്നുള്ളൂ. എക്സർസൈസ് അടുത്ത 3-4 എപ്പിസോഡ്. കാരണം ഞാൻ ഡെയിലി ചെയ്യുന്ന 10-15 എക്സർസൈസാണ്. എക്സർസൈസുകളൊക്കെ ചെയ്തിട്ട് അത് എനിക്കൊരു രസം, പാഷൻ. എനിക്ക് ഡയബറ്റിക് ആയപ്പോൾ എന്നോട് ഡോക്ടർ പറഞ്ഞു നടക്കണം. അന്ന് തൊട്ട് ഞാൻ തുടങ്ങിയത്. ഇപ്പം 33 വർഷം കഴിഞ്ഞില്ലേ. കഴിഞ്ഞ 10 വർഷമാണ് ഞാൻ സിവിയർ എക്സർസൈസും സിവിയർ വാക്കിങ്, ഫുഡ് കൺട്രോളും ഒക്കെ ഉണ്ട്. ഞാൻ പുകവലിക്കുകയോ മദ്യപിക്കുകയോ ചെയ്യാറില്ല. അപ്പോൾ പിന്നെ ബ്ലഡ് വെസലിനെ
ഈ പുകവലിക്കുമ്പോഴാണ് ബ്ലഡ് വെസലിനെ തടസ്സപ്പെടുന്നതൊക്കെ, ബ്ലോക്കൊക്കെ ഉണ്ടാകുന്നു, സ്റ്റെൻഡ് ഇടാനൊക്കെ പോകാൻ. അപ്പം എനിക്കങ്ങനെ എൻ്റെ കൂട്ടുകാർ പലരും 2 സ്റ്റെൻഡ് ഇട്ടു, 3 സ്റ്റെൻഡ് ഇട്ടു, അതാണ് ഇതാണെന്ന് പറയുമ്പോൾ ഞാനിതൊന്നുമില്ല, നമ്മൾ പയറ് പോലെ നടക്കുന്നു. അപ്പോൾ നിങ്ങൾക്കത് അനുകരിക്കാവുന്ന ഒരു കാര്യമാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാൻ എൻ്റെ നമ്പർ ഞാൻ പറയാം. 9446388470, സൈമൺ വർഗീസ്. അതെ, നമ്മുടെ ചാനൽ ഇറ്റ്സ് മീ സൈമൺ. ഓക്കെ, അപ്പം നല്ല ഒരു ദിവസം ആശംസിക്കുക. ബി എ പോസിറ്റീവ് മാൻ, ഹാപ്പി മാൻ. ഓക്കെ, ഏത് രോഗത്തെ അതിജീവിക്കാൻ നമ്മൾ സന്തോഷവാനായിരിക്കുക. സന്തോഷവാനായിരിക്കുന്നവനെ, ഹാപ്പി ആയിട്ടിരിക്കുന്നവനെ ഒരുമാതിരി രോഗമൊന്നും കീഴ്പ്പെടുത്തുകയില്ല. നമ്മൾ ദുഃഖിച്ചും പരദൂഷണം പറഞ്ഞും വിഷമിച്ചും ആകുലപ്പെട്ടും ആദ്യ പിടിച്ചും നടക്കുന്നവരെ രോഗം ബാധിക്കുന്നു. നിങ്ങൾ അടിപൊളിയായിട്ട് സന്തോഷമായിട്ട് ജീവിച്ച് എന്നോടെല്ലാവരും സൈമൺ എന്താ ഇങ്ങനെ എപ്പോഴും ഹാപ്പി ആയിട്ട് ജീവിക്കും. സൈമണെ എല്ലാവരും ചിരിപ്പിക്കാൻ കോൺട്രാക്ട് എടുത്തിട്ടുണ്ടോ എന്ന് വെച്ചാൽ എനിക്ക് സന്തോഷമുണ്ട്. ഞാനത് നിങ്ങളിൽ എന്താണോ രൂഢമൂലമായിട്ടുള്ളത് അതാണ് നിങ്ങൾ പ്രസരിപ്പിക്കുക. എനിക്ക് സന്തോഷവും മറ്റുള്ളവരുടെ ഉയർച്ചയിൽ അഭിമാനവും സന്തോഷമൊക്കെ എനിക്കുണ്ട്, പോസിറ്റീവാണ്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്കങ്ങനെ കഴിയുന്നത്. നിങ്ങൾക്കും അത് കഴിയും. നമുക്കൊന്ന് അടിച്ചുപൊളി ജീവിച്ചാലോ. ഓൾ ദ ബെസ്റ്റ്. അപ്പം ഇറ്റ്സ് മീ സൈമൺ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഈ ഇറ്റ്സ് മീ സൈമണിൽ ഈ ഡയബറ്റിക് മാത്രമല്ല ഉള്ളത്, കുട്ടികളെ എങ്ങനെ പഠിപ്പിക്കണം, അതുപോലെ മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അവരോട് പെരുമാറുമ്പോൾ എന്തൊക്കെയാണ് ഞാനിന്ന് ഒരു ക്ലാസ് എടുക്കുന്ന ആളായിരുന്നു, അതുകൊണ്ടാണ്. പിന്നെ ബിസിനസ് എങ്ങനെ ബിസിനസ് ചെയ്യുന്നതിന് എന്തൊക്കെ പഠിക്കണം, ബിസിനസ് തുടങ്ങി കഴിഞ്ഞാൽ എന്തൊക്കെ ശ്രദ്ധിക്കണം, ബിസിനസ് തുടങ്ങി ഇനി പരാജയത്തിലാണെങ്കിൽ അത് എങ്ങനെ കൈകാര്യം ചെയ്യണം, അതിനെങ്ങനെ ഉദ്ദീപിപ്പിക്കണം, ബിസിനസ് ചെയ്യുമ്പം ഏതെങ്കിലും ഒരു കാര്യം മാത്രം നോക്കാതെ പല മുഖങ്ങൾ നോക്കണം എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി വീഡിയോ നമ്മുടെ ഈ ഇൻസ്റ്റാഗ്രാമിലുണ്ട്. സമയം കിട്ടുമ്പോഴൊക്കെ ഓരോന്ന് കാണുകയും ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തെ കരിപ്പിടിപ്പിക്കാതെ ഉപകരിക്കുകയും ചെയ്യും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഹാവ് എ ഫാന്റാസ്റ്റിക് ഡേ. പ്രൈസ് അവർ ഗോഡ്.